KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ബഡ്ജറ്റിൽ ആദ്യ ബഡ്ജറ്റിൽ തന്നെ നടത്തിയ ഒരു പ്രഖ്യാപനം ഈ 10% താഴെ വീര്യമുള്ള 20% താഴെ വീര്യമുള്ള മദ്യങ്ങൾക്കൊക്കെ ബിയറും വൈനും ഒഴികെയുള്ള മദ്യത്തിന് നികുതിയിൽ ഇളവ് വരുത്തുന്നു. പക്ഷേ അത് കോൺഗ്രസ് പാർട്ടി അറിയാതെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ ഒരു കാരണവശാലും കുറഞ്ഞ പക്ഷം വകുപ്പ് മന്ത്രിയെങ്കിലും അറിഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്. കാര്യം മുന്നണിയിലോ പാർട്ടിയിലോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആ മന്ത്രിയുമായിട്ട് പോലും കൂടിയാലോചന നടത്തിയില്ല എന്നുള്ളതാ ഇപ്പൊ പുറത്തു വരുന്ന വിവരം. അതല്ല ഈ മദ്യത്തിന്റെ പിന്നെ വിൽപ്പന കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നെങ്കിൽ ഇവർ പരസ്പരം അറിഞ്ഞും കൊണ്ട് ഇത് വിവാദമാക്കിയിട്ട് മറ്റൊരു വിവാദമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയും അങ്ങനെയും ആയിരിക്കാം. പിന്നെ KC വേണുഗോപാലിന്റെ അതിർത്തി, KC വേണുഗോപാലിന്റെ അതിർത്തിയിൽ വലിയ കാര്യമൊന്നുമില്ല. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സതീശൻ നിസ്സാര പുള്ളിയല്ല. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുവാണ്. കാര്യം ഈ ഒരു കണ്ണൂരുകാരനെ കടത്തി വെട്ടിയിട്ട് ഈ സ്ഥാനത്ത് ഈ സതീശൻ എത്തിയിട്ടുണ്ടെങ്കിൽ സതീശന് അങ്ങനെ വേണുഗോപാലിന്റെ ഉമ്മയ്ക്ക് മുമ്പിലൊന്നും വീഴ്ത്താനൊന്നും സതീശനെ അങ്ങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപാര ബുദ്ധിയും തന്ത്രവും ഉള്ള ഒരാളിന് മാത്രമേ ഈ ഒരു കണ്ണൂരുകാരനെ കടത്തി വെട്ടിയിട്ട് മുമ്പിലെത്താൻ പറ്റത്തുള്ളൂ. കാര്യം എനിക്ക് പല അനുഭവങ്ങളും എനിക്ക് വ്യക്തിപരമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ രാഷ്ട്രീയക്കാരുടെ കാര്യം മാത്രമല്ല. കാര്യം തന്ത്രത്തിന്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കടത്തി വെട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ഈ കുറച്ചും കൂടെ സുതാര്യമായിരിക്കണം. കാര്യം സതീശന്റെ ഇതിൽ നിന്ന് നമ്മൾ പഴയ മുഖ്യമന്ത്രിമാരിൽ നിന്നുള്ള ആ ധാർഷ്ട്യമോ അല്ല അതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. പുള്ളി കുറച്ചും കൂടി എല്ലാം ഉദാരമായിട്ട് എല്ലാം കാണിക്കും എന്നുള്ള പൊതുവെ ഒരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. കാര്യം ഇപ്പൊ ബസ് യാത്ര തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തില്ലെങ്കിലും ഓർഡിനറിയിലെങ്കിലും ആദ്യപടിയായിട്ട് അത് കൊടുക്കുന്നുണ്ടല്ലോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു ഇതാണ്. കാര്യം നമ്മൾ ഈ താഴേക്കിടയിലുള്ള ആൾക്കാരുടെ പൾസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ പരസ്പരം ഞാൻ അറിഞ്ഞില്ല കൂട്ടുത്തരവാദിത്തത്തിൽ നിന്ന് പിന്നെ വ്യതിചലിച്ചുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ KG കുമാർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.